സമ്മതിക്കാൻ സാധ്യതയില്ല. എല്ലാം എൻ്റെ തെറ്റാ മോളെ. കുറച്ച് സൗമ്യമായിട്ട് ഇടപെടണമായിരുന്നു എൻ്റെ പാർവതിയോട്. ഞാനത് ചെയ്തില്ല. ക്ഷമിക്കാമായിരുന്നു പലതും. അതും ഞാൻ ചെയ്തില്ല. ഞാൻ കുറച്ച് മയത്തി പെരുമാറിയിരുന്നെങ്കിൽ ഇപ്പോഴും അവൾ ഇവിടെ തന്നെ ഉണ്ടാകുമായിരുന്നു. നമ്മൾ അറിഞ്ഞില്ലല്ലോ അച്ഛാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. അതുകൊണ്ട് തെറ്റ് ചെയ്തു എന്നൊരു തോന്നൽ അച്ഛന് വേണ്ട. പക്ഷെ ഒന്നും മനഃപൂർവ്വം അല്ലല്ലോ, സംഭവിച്ചു പോയതല്ലേ. ഒരു കാര്യം എന്തായാലും ഇതോടെ ഉറപ്പായി, അമ്മയുടെ തിരോധാനത്തിന് പിന്നിൽ അവൻ തന്നെയാ ശരത്ത്. അതിലൊരു സംശയം വേണ്ട. പ്രസവിച്ച തള്ളയെ കൊണ്ട് കിടത്താൻ ഒരിടം ഉണ്ടാക്കാൻ അവനെ കൊണ്ട് പറ്റുന്നില്ല. അവനെങ്ങനെയാ ഇത്രയും കാലം പാർവതി ഒളിവി താമസിപ്പിക്കുന്നത്? അതാ എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവാതെ. ശരത്തിന്റെ താവളത്തിലായിരിക്കില്ല ചിലപ്പോ അമ്മ, ആ തങ്കച്ചിയുടെ കസ്റ്റഡിയിലായിരിക്കും. അതുകൊണ്ട് തങ്കച്ചിക്ക് എന്താ മോളെ ഗുണം? ശരത്ത് എന്ന അടിമയെ കിട്ടും. തങ്കച്ചി നല്ലൊരു കച്ചവടക്കാരിയല്ലേ അച്ഛാ. ലാഭമില്ലാത്ത ഒരു ഇടപാടിന് അവർ നിന്നു കൊടുക്കില്ല. അപ്പൊ ഇനി ഒരിക്കലും നമുക്ക് പാർവതിയെ കാണാൻ പറ്റില്ലേ? പറ്റും അച്ഛാ. അമ്മയെ കണ്ടുപിടിക്കാനാ എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അന്വേഷണം നടക്കുന്നില്ല എന്ന് അച്ഛൻ കരുതരുത്. ഞാൻ, പ്രിയ, സിദ്ധു, പോലീസ്, അങ്ങനെ എല്ലാവരും ആ സ്ഥലം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഇതിൽ ആരെങ്കിലും ഒരാള് അതിൽ വിജയിക്കും. അന്ന് അമ്മ പുറത്തു വരും. എത്രയും വേഗം ആ ഒരു ദിവസം വന്നാ മതിയായിരുന്നു മോളെ. എത്ര നാളായി എൻ്റെ പാർവതി ഒന്ന് കണ്ടിട്ട്. എവിടെയായിരുന്നാലും എൻ്റെ പാർവതി സുഖമായിട്ടിരുന്നാ മതിയായിരുന്നു. അതാ എൻ്റെ പ്രാർത്ഥന. ഞാനൊരു കാര്യം പറഞ്ഞ സാറ് അനുസരിക്കും. താൻ പറയും. നമുക്ക് ഈ പ്രശ്നത്തിന് തല ഉരണ്ട. നിരഞ്ജൻ സാറ് സ്വമേധയാ മാലിന്യനെ ഒഴിവാക്കുന്നു ഞാൻ കരുതുന്നില്ല. അതിന് നമ്മളെ ഭാഗത്തുനിന്ന് ചില ശ്രമങ്ങൾ വേണം. വേണ്ട, നമ്മൾ ശ്രമിക്കാനായിട്ടാണോ സ്വാമി? അയാൾ അനുസരിക്കാത്തതിന് എന്ത് ചെയ്യാൻ പറ്റും? വെറുതെ ഉപദേശിച്ച പോരാ സാറ്. പിന്നെ എന്ത് ചെയ്യണം? തല്ലണം. ഒരു നിവൃത്തി ഇല്ലാതെ വന്നാൽ ചിലപ്പോൾ ഞാൻ അതും ചെയ്യും. അബദ്ധമൊന്നും കാണിക്കരുത്. അങ്ങനെ ചെയ്ത അതോടെ അതൊരു അവസരമാക്കിയെടുത്ത് നിരഞ്ജൻ സാറ് നമ്മളെ കയ്യിൽ നിന്ന് എന്നേക്കുമായി പോവും. പിന്നെ ഒരിക്കലും നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. പിന്നെ ഞാനെന്താ സ്വാമി വേണ്ടത്? പല വഴി ആലോചിച്ചു. എന്തെങ്കിലും ഒരു മാർഗം തെളിയണ്ടേ? നമ്മൾ ഇതുവരെ നാക്കുപയോഗിച്ചു, ബുദ്ധി ഉപയോഗിച്ചില്ലല്ലോ. ഇനി അത് ഉപയോഗിക്കണം. മനസ്സിലായില്ല സാറേ. കണ്ണകന്ന മെയ്യകന്ന, മെയ്യകന്ന മനമകന്ന, കേട്ടിട്ടില്ലേ സാറേ? എന്ന് വെച്ചാ ഇരിക്കണം. നിരഞ്ജനെയും ആ മാലിന്യം തമ്മിൽ എന്നേക്കുമായി പിരിക്കണം. അവര് വേറെ വേറെ സ്ഥലത്താവണം. പരസ്പരം കാണാൻ പറ്റരുത്. അതോടെ ശരീരമകലും കൂടെ മനസ്സും. താൻ എന്താ സ്വാമി ഉദ്ദേശിക്കുന്നത്? സാറേ, നമ്മൾ ഇവിടുന്ന് താമസം മാറണം, വേറെ എവിടേക്കെങ്കിലും. അങ്കച്ചിയായിട്ടുള്ള ആ പ്രശ്നം ഒത്തുതീർന്ന നമ്മളുടെ കയ്യിൽ കുറച്ച് പൈസ വരും. അത് ഉപയോഗിച്ച് തൽക്കാലം ഒരു വീടോ ഫ്ലാറ്റോ പണയത്തിനെടുക്കണം. നിരഞ്ജൻ സാറിന് കൂടെ വരാതിരിക്കാൻ പറ്റില്ലല്ലോ. വരും. അതോടെ മാലിന്യമായിട്ടുള്ള അടുപ്പത്തിന് കറക്കം വീഴും. ആലോചിക്കാനൊന്നുമില്ല സാറേ. ഒരുപാട് ചിന്തിച്ച് ഞാൻ കണ്ടുപിടിച്ചൊരു വഴിയാണ്. ഇതല്ലാതെ ഈ പ്രശ്നം രമ്യമായിട്ട് തീർക്കാൻ വേറെ ഒരു വഴിയില്ല. അതിന് നിരഞ്ജൻ സമ്മതിക്കും? സമ്മതിച്ചില്ലെങ്കിൽ സമ്മതിപ്പിക്കും. അതിന് അക്ഷര മേഡത്തിന്റെ സഹായം നമുക്ക് വേണ്ടി വരും. ഞാനിപ്പോൾ പറഞ്ഞത് സാർ മോളുമായിട്ടൊന്നും സംസാരിച്ചു. അക്ഷര മേഡത്തിന് 100 വട്ടം സമ്മതമായിരിക്കും. അക്ഷര മേഡം കൂടെ ഉണ്ടെങ്കിൽ നിരഞ്ജൻ സാറ് നമുക്ക് ഒന്നുമല്ല. പിടിച്ച പിടിയാലെ നമ്മൾ സാറിനെയും കൊണ്ട് പോവും.
നീയൊന്നും പറഞ്ഞില്ല. എല്ലാ വർഷവും ആലോചിച്ചിട്ട് തന്നെയാണോ ഡാഡി തീരുമാനം എടുത്തത്? അതെ, തൽക്കാലം എല്ലാത്തിൽ നിന്നും ഒരു മാറ്റം നമുക്ക് ആവശ്യമാണ്. അദ്ദേഹം സമ്മതിക്കുമെന്ന് ഡാഡിക്ക് തോന്നുന്നുണ്ടോ? നമ്മളെല്ലാവരും കൂടി ഒരു തീരുമാനം എടുത്താൽ പിന്നെ നിരഞ്ജന എതിർക്കാൻ പറ്റുമോ? അദ്ദേഹത്തിന്റെ അമ്മ ഇവിടെയുണ്ട്. അമ്മയെ തനിച്ചാക്കി അദ്ദേഹം നമ്മുടെ കൂടെ വരുമെന്ന് ഡാഡിക്ക് തോന്നുന്നുണ്ടോ? അമ്മയെ കൂടി കൊണ്ടുപോവാം. എന്നിട്ട് കൂടെ താമസിപ്പിക്കാന്നോ? വേറെ മാർഗമില്ലല്ലോ. അപ്പോ ഡാഡിക്ക് അമ്മയോട് നീരസം തോന്നില്ലേ?